വളരെ ഗൗരവമായ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. പ്രതിയുടെ പ്രായം കണക്കിലെടുക്കാൻ കഴിയില്ല. അങ്ങനെ പ്രായത്തിന്റെ ആനുകൂല്യം നൽകി അങ്ങ് വിടാൻ പറ്റുന്ന ചെയ്തിയല്ല ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതിയെ മാത്രം കണ്ടാൽ പോരാ, അതുകൊണ്ടാണ് ഷാരൂണിന്റെ കുടുംബത്തെ കൂടുതൽ അകത്തേക്ക് കയറ്റിയത്. അതായത് ന്യായാധിപന്റെ പീഠത്തിന് അരികിലേക്ക് ഷാരൂണിന്റെ കുടുംബം ചേർന്ന് നിൽക്കുന്നു. മകനെ കൊലപ്പെടുത്തിയ ആ പ്രതിയുടെ വിധി അറിയാൻ വേണ്ടി, എന്ത് ശിക്ഷ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവർക്ക് കൂടി ബോധ്യപ്പെടുന്ന ഒരു ശിക്ഷാവിധി കോടതിയുടെ മേശയിൽ നിന്ന് വരാൻ പോകുന്നു എന്നുള്ള സൂചന കൂടിയാണ് കോടതിയുടെ നടപടി. പ്രായം കണക്കിലെടുക്കില്ല എന്ന് കോടതി പറയുമ്പോൾ ഗ്രീഷ്മ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല എന്നുള്ള നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റോ ഡബിൾ ലൈഫ് സെന്റൻസോ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലേക്കാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര കോടതി പരിസരം പോയിരിക്കുന്നത്. ശിക്ഷയിൽ ഒരു വിധത്തിലുള്ള ഇളവും ഉണ്ടാകില്ല എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് കോടതിയുടെ പരാമർശങ്ങളിലൂടെ. പ്രോസിക്യൂഷന്റെ വാദത്തെ ഖണ്ഡിക്കാനായി പ്രതിഭാഗം പറഞ്ഞിരുന്നത് 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരിയാണ്, ഇനി ഒരുപാട് കാലം ജീവിക്കേണ്ടതാണ്, പഠിക്കുന്ന കുട്ടിയാണ്, ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ശക്തമായ ഒരു ശിക്ഷാവിധി ഉണ്ടാകുന്നു. ആ ശിക്ഷാവിധി എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പൊതുസമൂഹത്തെ കൂടി ബോധിപ്പിക്കുന്നു കോടതി എന്നുള്ളതാണ്. അതായത് ഗ്രീഷ്മ പ്രായം പറയുമ്പോൾ ഷാരൂണിന്റെ അച്ഛനെയും അമ്മയെയും അടുത്തേക്ക് വിളിപ്പിക്കുന്നു. പ്രായമുള്ള യുവാവാണ് ഇല്ലാതായത്, പിന്നെ എങ്ങനെയാണ് പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ പറ്റും? ഈ ഷാരോണിന്റെ അച്ഛന്റെ അവസ്ഥ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താനാണ് ഒരു പക്ഷേ അകത്തേക്ക് വിളിച്ചു തന്നു. അമ്മയ്ക്കും പ്രായമായി, അച്ഛൻ ഒരു സ്ട്രോക്ക് കഴിഞ്ഞിട്ട് കഷ്ടി നടക്കാറായി വരുന്നതേ ഉള്ളൂ. അങ്ങനത്തെ പ്രായത്തിന്റെ പ്രശ്നം, ഗ്രീഷ്മയ്ക്ക് പ്രായ കുറവാണ് ആനുകൂല്യമെങ്കിൽ പ്രായ കൂടുതൽ എന്ന് പറയുന്ന പ്രശ്നം അവർക്കുണ്ട്. അതേപോലെ തന്നെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയതും ഒരു ചെറുപ്പക്കാരനെയാണ്. ഒരു ചെറുപ്പക്കാരന്റെ ഒരു ജീവിതം ഇല്ലാതാക്കി കളഞ്ഞ ഒരാൾക്ക് ആ പ്രായം പറഞ്ഞുകൊണ്ട് അടുത്ത നിരീക്ഷണം, ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നത് കണക്കിലെടുക്കാനാകില്ല. കൊലപാതക ശ്രമം നിരന്തരം നടത്തിക്കൊണ്ടേയിരുന്നു. വീണ്ടും കൊലപാതക ശ്രമം നടത്തി. ആദ്യത്തെ ജ്യൂസ് ചലഞ്ചുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഒരു കൃത്യമായ ആസൂത്രണവും പദ്ധതിയും തയ്യാറാക്കിയിരുന്ന ഒരു കൊടും ക്രിമിനലാണ് ഗ്രീഷ്മ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അർഹിക്കുന്ന ഒരു ശിക്ഷയിലേക്ക്, സമൂഹം ആഗ്രഹിക്കുന്ന ഒരു ശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ലൈഫ് സെന്റൻസ് ആണോ അതല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കുകയറാണോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. സാധാരണഗതിയിൽ തൂക്കുകയർ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം എന്ന കഠിനമായ ശിക്ഷ, അതും മരണം വരെ ജയിലിടാനുള്ള പ്രത്യേക പരാമർശത്തോടെ ഒരു വിധി സാധാരണഗതിയിൽ വരാറുണ്ട്. അതാണോ ഗ്രീഷ്മയുടെ ഈ വിധിയിൽ ഉണ്ടാകാൻ പോകുന്നത്, അതോ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണോ? ഇവിടെ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച, പ്രതികരണം ചോദിച്ച ഓരോ ആൾക്കാരും പറഞ്ഞത് തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് കിട്ടണമെന്നാണ്. അതാണോ സമൂഹത്തിന്റെ ആഗ്രഹം? അപ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു വിധിയാണോ കോടതിയിൽ നിന്നുണ്ടാകാൻ പോകുന്നത്? ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം കേസിനെ വഴിതിരിച്ചു വിടാനാണെന്നൊക്കെ കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ താൻ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു ബോധ്യവും ഇനി ഗ്രീഷ്മയ്ക്ക് വേണ്ട. ഇതാ കോടതി കനത്ത ഒരു ശിക്ഷ വിധിക്കാൻ പോകുന്നു. അതായത് ഗ്രീഷ്മ തെറ്റുകാരിയല്ല, ഇതിനു മുൻപ് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ളതാണ് ഇളവ് ആവശ്യപ്പെട്ട് പ്രതിഭാഗം നിരന്തരമായി ഉന്നയിച്ചിരുന്ന ഒരു വാദം എന്ന് പറയുന്നത്. ഗ്രീഷ്മയ്ക്കെതിരെ എഫ്ഐആറുകൾ ഉണ്ടായിരുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ പരാതികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ആദ്യത്തെ ജ്യൂസ് ചലഞ്ച് നടത്തി ഷാരൂണിനെ കൊല്ലാൻ ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ തന്നെ ക്രൈം ആയിരിക്കുന്നു. അതായത് ആദ്യ കുറ്റം അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ തന്നെ സ്വാഭാവികമായും ക്രിമിനൽ പശ്ചാത്തലം ആ പെൺകുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ള വാദം നിലനിൽക്കില്ല എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. അനന്തൻ പറഞ്ഞതുപോലെ ഇരട്ട ജീവപര്യന്തമാണോ അതോ തൂക്കുകയറാണോ ഗ്രീഷ്മയ്ക്ക് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഇനി അധികം വൈകില്ല എന്ന് തോന്നുന്നു കോടതി. അതെ, അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അത് വളരെ ഗൗരവമായ കഠിനമായ ഒരു ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് കിട്ടും എന്നുള്ള കാര്യം ഏതാണ്ട് ഇതുവരെ ഈ 26 മിനിറ്റ് നീണ്ട കോടതിയുടെ വിധിന്യായം വായിച്ചുകൊണ്ടിരിക്കുന്ന കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതിലേറെ പ്രധാനമാണ് ഷാരോണിന്റെ കുടുംബാംഗങ്ങളെ, അച്ഛനെയും അമ്മയെയും ആ നീതിപീഠത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിധിന്യായം വായിക്കുന്നു എന്ന കോടതിയുടെ നടപടി. അത് അവർ കൂടി അടുത്ത് നിന്ന് കേൾക്കണം. ഞാൻ പറയാൻ പോകുന്ന വിധി, ഞാൻ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ വിധി എന്താണ്, ഗ്രീഷ്മയ്ക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വിധി എന്താണ് എന്നുള്ള കാര്യം ഷാരോണിന്റെ മാതാപിതാക്കൾ അടുത്ത് നിന്ന് കേൾക്കണമെന്നുള്ള ഒരു നിർബന്ധം കൂടി ആ ന്യായാധിപനുണ്ട്. അപ്പോൾ ആ ന്യായാധിപന്റെ വായിൽ നിന്ന് വരാൻ പോകുന്ന വിധി ചെറുതായിരിക്കില്ല എന്നുള്ളതാണ്. ഘട്ടം ഘട്ടമായി കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഗ്രീഷ്മയുടെ ലക്ഷ്യം. അപ്പോൾ പ്രതിയുടെ ഇന്റൻഷൻ വ്യക്തമായി കഴിഞ്ഞു കോടതിക്ക്. മാത്രമല്ല, നിരന്തരം ഒരു പൈശാചികമായ പ്രവൃത്തി എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത്, ചെകുത്താനെ പോലെ പ്രവർത്തിച്ചു എന്ന്, ഡെവിൾസ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന പ്രോസിക്യൂഷന്റെ വാദം, അത് ഫലവത്തായിരിക്കുന്നു. അത് കോടതി ഉൾക്കൊണ്ടിരിക്കുന്നു. ചെകുത്താന്റെ സ്വഭാവമായിരുന്നു ഗ്രീഷ്മയ്ക്ക് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നമുക്കും തോന്നുന്നില്ല. ലൈംഗിക ബന്ധത്തിനായി ഒരു പെൺകുട്ടി, അതും തന്റെ താലി കെട്ടിയ ഒരാളാണ്, ആ ആളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അത് വിശ്വസിച്ച് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമം നടത്തുന്നു. ആശുപത്രിയിലേക്ക് സ്ലോ പോയിസണിങ് അത് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കോടതിയാണ് പറയുന്നത്. ഇതൊന്നും പ്രോസിക്യൂഷന്റെ വാദങ്ങളല്ല. ഇത് പ്രോസിക്യൂഷനും മാധ്യമങ്ങളും കേരളത്തിന്റെ പൊതുസമൂഹവും കഴിഞ്ഞ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കോടതി വിധിയിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കോടതിക്ക് കാര്യങ്ങൾ
എല്ലാം ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് ഉൾക്കൊണ്ടുകൊണ്ട് 48 സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരെ ഉണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അരമണിക്കൂറായി ഏതാണ്ട് 28 മിനിറ്റായി കോടതി പ്രതിയെക്കുറിച്ച് കോടതി എന്തൊക്കെ ധരിച്ചിരിക്കുന്നു എന്നൊരു കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ കോടതിക്ക് അത് പറയാതെ ശിക്ഷാവിധിയിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് കോടതിക്ക് തന്നെ അറിയാം. അത്രത്തോളം ഹീനമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല ആ പ്രതി എത്രത്തോളം ഹീനയായിട്ടാണ് ഷാരോണിനെ കൊലപ്പെടുത്താൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യവും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രായത്തിന്റെ ഒരാനുകൂല്യവും ഗ്രീഷ്മയ്ക്ക് ലഭിക്കാൻ പോകുന്നില്ല. 24 വയസ്സേ ആയിട്ടുള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരുദാനന്തര ബിരുദം നേടി എന്നതൊന്നും ഒരു ന്യായീകരണമല്ല ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ള കാര്യവും കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഷാരോൺ അനുഭവിച്ച വേദന ചെറുതായിരുന്നില്ല എന്നുകൂടി കോടതിക്ക് ബോധ്യപ്പെട്ടു. അതും ശിക്ഷാവിധി സംബന്ധിച്ച വാദത്തിൽ കോടതിയിൽ മുമ്പാകെ പ്രോസിക്യൂഷൻ നിരത്തിയ ഒരു വാദമാണ്. എന്തുമാത്രം വേദന ആണ്, ശ്വാസകോശം തകർന്ന് മരിക്കണമെങ്കിൽ ആ അവസ്ഥയിലേക്ക് ആ ഷാരോൺ 11 ദിവസം എത്തിയത് എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടാണ് എന്നുള്ളത് ആ വേദന സമൂഹത്തിന് കൂടി പകർന്നു നൽകുകയാണ് ഇപ്പോൾ കോടതി. ക്രൂരത മുഴുവൻ, ആ പ്രതിയുടെ ക്രൂരത മുഴുവൻ ഷാരോണിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാണ് സമൂഹ മനസ്സാക്ഷിയെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ഒരൊറ്റ വാചകം മതി: ശ്വാസകോശം പൂർണ്ണമായും തകർന്നു പോയിരുന്നു എന്നുള്ളത്. ശ്വാസകോശം തകർന്നു എന്ന് മാത്രമല്ല, ഒരു തുള്ളി വെള്ളം വായിലേക്ക് ഇറക്കി കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അന്നനാളം മുതൽ താഴേക്കുള്ള എല്ലാ ഭാഗങ്ങളിലും തകരാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഷാരോൺ മരണപ്പെടുന്നത്. ആ കാര്യം കോടതിക്ക് ബോധ്യപ്പെടുന്നു. മാത്രമല്ല, അനന്തൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ എവിഡൻസ് അത് നിർണായകമായി കോടതി എടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു കനത്ത ശിക്ഷയിലേക്ക് പോകുന്നു. അതെല്ലാം സാധാരണ നിലയിൽ ചിലപ്പോഴൊക്കെ ഒരു പഴുതായി പോകാറുണ്ട്. കാരണം ഈ ഗ്രീഷ്മ വിഷം കലർത്തി നൽകിയത് കണ്ട ആളുകളില്ലാത്തതിനാൽ തന്നെ ഷാരോൺ അവിടെ കിടക്കുമ്പോൾ പോലും ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തി പറയാത്തപ്പോൾ തന്നെ അതൊക്കെ ഒരു തെളിവായി കോടതി സ്വീകരിക്കുമോ? ഡിജിറ്റൽ എവിഡൻസും അതോടൊപ്പം തന്നെ മെഡിക്കൽ എവിഡൻസും ഒക്കെ എത്രത്തോളം ഈ കേസിൽ നിർണായകമാകും? സാക്ഷികളില്ലാത്ത കേസാണെന്നൊരു പ്രശ്നം കൂടിയുണ്ട്. സാഹചര്യ തെളിവുകളാണ് നിർണായകം. പക്ഷേ ആ തെളിവുകളെല്ലാം നിർണായകമാണെന്ന് കോടതി കണ്ടെത്തുകയാണ്. കോടതി അല്പം വൈകാതെ തന്നെ ശിക്ഷ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അനന്തൻ പറഞ്ഞതുപോലെ 2 സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളത്. കോടതി ഒന്നുകിൽ വധശിക്ഷ, തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക്, അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം, അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതല്ലേ വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും